ഈ കാണുന്ന ആൾക്കാരാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ള നടത്തിയത്. മലപ്പുറം ചേലേമ്പ്രയിലുള്ള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് സ്ഥിതി ചെയ്തിരുന്നത് ഒരു ഹോട്ടലിന്റെ മുകളിലായിരുന്നു. ആ ഹോട്ടൽ നമ്മുടെ കഥാനായകന്മാർ ജോസഫ്, രാധാകൃഷ്ണൻ, ഷിബു, കനകേശ്വരി എന്ന 4 പേര് ചേർന്ന് വാടകയ്ക്ക് എടുക്കുകയാണ്. അവർ ഒരുപാട് അന്വേഷിച്ച് നടന്നാണ് ഒടുവിൽ ഒരു പെർഫെക്റ്റ് ടാർഗറ്റ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ആ ഹോട്ടലിന്റെ മുകളിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അവർ ആ ഹോട്ടൽ ഡിസംബർ 2007 റെന്റിന് എടുക്കുന്നത്. എന്നിട്ട് അതിന് പുറത്തൊരു ബോർഡും വെച്ചു, അണ്ടർ റെനോവേഷൻ. ഹോട്ടൽ വീണ്ടും ജനുവരി 8, 2008 തുറക്കുമെന്ന്. അങ്ങനെ ഒരു ബോർഡ് മാത്രമല്ല വെച്ചത്, കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടി ഹോട്ടലിന് വേണ്ടിയുള്ള പുതിയ ടേബിളുകളും ചെയറുകളും ഒക്കെ വാങ്ങി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണി നടക്കുന്ന ഒരു ഹോട്ടൽ പോലെ തന്നെയായിരുന്നു അത് കാണാൻ. ആരും സംശയിച്ചില്ല. അവർ ശരിക്കും അതിനകത്തിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ തുളയുണ്ടാക്കാനുള്ള പ്ലാനിംഗ് ആണ്. അതും മോളിലുള്ള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക്. ഡിസംബർ 29, 2007 അവർ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ തുളയുണ്ടാക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീനുകൾ, ഡെറ്റനേറ്ററുകൾ, ഗ്യാസ് കട്ടറുകൾ തുടങ്ങി എല്ലാം ഉണ്ടായിരുന്നു. ഡിസംബർ 30 പുലർച്ചെ ആയപ്പോഴേക്കും അവർ തുരന്ന് മുകളിലെത്തി. എന്നിട്ട് ആ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയും അടക്കം 8 കോടി രൂപയുടെ മുതലാണ് അന്ന് അവിടെ നിന്ന് കവർന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫോളോ. ഡിസംബർ 31 രാവിലെ ബാങ്ക് തുറക്കുമ്പോഴാണ് ബാങ്കുകാരും നാട്ടുകാരും ഒക്കെ വിവരം അറിയുന്നത്. പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പ്രതികൾ ആ ഹോട്ടലിൽ ജയ് മാവോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നിൽ മാവോയിസ്റ്റുകളാണ് എന്ന് വരുത്തി തീർക്കലായിരുന്നു ലക്ഷ്യം. പക്ഷേ കവർച്ച നടന്ന് 3 മാസത്തിനുള്ളിൽ എല്ലാ പ്രതികളെയും പോലീസ് പിടിച്ചു. 80% തൊണ്ടിമുതലും തിരിച്ചെടുത്തു. ഈ കേസ് റെക്കോർഡ് വേഗത്തിൽ തെളിയിച്ചത് കേരള പോലീസിന് ഇപ്പോഴും ഒരു പെൺതൂലായി നിൽക്കുന്നു.